നിങ്ങൾ ഇടുന്ന ഒരു വീഡിയോ അത് വൈറലാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാപ്ഷൻ നല്ല രീതിയിൽ നിങ്ങൾ കൊടുക്കണം. അതിനുള്ളിൽ ടാഗും ഡിസ്ക്രിപ്ഷനും എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ടാഗിനെ പറ്റിയിട്ടോ ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ടൈറ്റിലിനെ പറ്റിയിട്ടോ അല്ല. ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും, അവർക്ക് ഇത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ വൈറൽ ആവാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഒരു വീഡിയോ വൈറൽ ആവാനുള്ളതിന്റെ മെയിൻ കാര്യങ്ങൾ അറിയണോ, അതോ നിങ്ങൾക്ക് ടൈറ്റിലിനെയും ഡിസ്ക്രിപ്ഷനെയും പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഈ ഒരു ഭാഗം തൊട്ട് കണ്ടാലും മതി. പക്ഷേ നിങ്ങൾ അങ്ങനെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ല. കാരണം നിങ്ങൾ ഒരു വീഡിയോ ഇടുന്നത് എന്തിനെ പറ്റിയാണെന്നോ ആ വീഡിയോയുടെ ഈ മെയിൻ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് ഈ വീഡിയോയ്ക്ക് കിട്ടത്തുള്ളൂ. പ്രധാനമായിട്ടും ഇതിനെ നമുക്ക് 3 പോയിന്റുകളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റ് തന്നെയാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണോ, എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ വീഡിയോ ഇടാൻ പോകുന്നത്, ഇത് തന്നെയായിരിക്കണം നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറയാൻ കഴിയുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോ ആയിരിക്കണം, ആ തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ആളുകൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ കാരണം അവർക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടെ ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റിയാണ്. നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് പെട്ടെന്ന് ബോറടിക്കുകയും അവർ ആ വീഡിയോ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോവുകയും ചെയ്യും. വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 30 FPS 4K ഉള്ള ഫോണാണെങ്കിൽ 4K നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റിയാണ്. നിങ്ങൾ മാക്സിമം ഒരു വീഡിയോ ചെയ്യുമ്പോൾ തുടക്കത്തിൽ തൊട്ടേ അത്യാവശ്യം വിലയുള്ള നല്ലൊരു മൈക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും നിങ്ങളൊരു വീടിനുള്ളിൽ ഇരുന്നിട്ട് ഒരു റൂമിനുള്ളിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു മൈക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലാരിറ്റി ഉള്ള സൗണ്ട് ആളുകളെ നമ്മുടെ വീഡിയോയുടെ മുമ്പിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു വീഡിയോ ഉണ്ടാക്കി. ആ വീഡിയോയ്ക്കകത്ത് വീണ്ടും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്സ് ആണ് തയ്യാറാക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആണ് ഇടുന്നെന്നുണ്ടെങ്കിലും അതിന്റെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു 30 സെക്കൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ഹുക്ക് എന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് അവർ കാണാൻ തുടങ്ങുമ്പോൾ അവരെ അവിടെ ഹുക്ക് ചെയ്ത് പിടിച്ചിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ തുടങ്ങുമ്പോൾ മാക്സിമം അതിന്റെ ഹുക്ക് ഇട്ട് തന്നെ ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിപ്പോ ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും. ലോങ് വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ ഇൻട്രൊഡക്ഷനോ ഇതൊന്നും പ്രത്യേകിച്ച് ആവശ്യമായിട്ടില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലർക്കും ബോർ അടിക്കാറുണ്ട്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ലോഗോയും നിങ്ങളുടെ ഇൻട്രൊഡക്ഷനും ഒക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്മോൾ ആയിട്ടുള്ള ഇൻട്രോ പറഞ്ഞിട്ട് ആദ്യമേ ഒരു ഹുക്ക് ഇട്ട് ആളുകൾ എവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവരാം യൂട്യൂബ് ചാനലിലേക്ക്, ഇതിന്റെ ഹുക്കായിട്ട് നമുക്ക് വേഗമായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യൂസ് കയറും. ഇത് കാണുമ്പോൾ തന്നെ ആളുകൾ അവിടെ അതിൽ കുറച്ചു നേരം ഒന്ന് നോക്കിയിരിക്കും എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. ഇതേപോലെയുള്ള ഹുക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ഷോർട്സിലും ലോങ് വീഡിയോസിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടൈറ്റില് ഡിസ്ക്രിപ്ഷനിലെ ടാഗ്, ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ആദ്യം നല്ലൊരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ ക്വാളിറ്റിയും ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഹുക്കും എല്ലാം ചേർത്ത് അത്യാവശ്യം നല്ലൊരു വീഡിയോ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ടൈമിലാണ് നമുക്ക് നമ്മുടെ ടൈറ്റിലും അതുപോലെ ടാഗ് ഡിസ്ക്രിപ്ഷന് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ ഇതിനെ പറ്റിയിട്ട് ടാഗ് ഡിസ്ക്രിപ്ഷൻ ടൈറ്റില് ഇത് 3നെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് പുതിയ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്പുകൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ പറഞ്ഞായിരിക്കും. അപ്പൊ ഞാൻ ഈ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് അതേ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിന് നല്ല രീതിയിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും.